ഹലോ ഫുഡീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തവ കീമ ഉണ്ടാക്കാൻ പോകുന്നത്. ബോംബെ സൈഡിലൊക്കെ നല്ല മിക്കവാറും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു സംഭവം ഇത്. നല്ല എന്താ പറയുന്ന ഒരു ടാങ്കിനെസ്, നല്ല സ്പൈസി ആയിട്ടുള്ള തവ കീമ റെസിപ്പിയാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ കീമ ഞാൻ 250 ഗ്രാം എടുത്ത് കഴുകി ഒരു സൈഡിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 2 മീഡിയം സൈസ് അനിയൻസ് നല്ല ബാരീക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഒരു ചെറിയ ഗോൾഡൻ കളർ ആക്കിയാൽ മതി. നമുക്കിതിനെ ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആക്കണ്ട. ചെറിയ കളർ ഒന്ന് മാറി ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് അതിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഒരു 5 മിനിറ്റ്സ് ഒന്ന് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ സോട്ടേ ചെയ്യണം നമ്മൾ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോസ് വേഗം കുക്കാവുകയും ചെയ്യും, നല്ലപോലെ മഷിയാവുകയും ചെയ്യും. അപ്പം എന്നിട്ട് ഞാനിതിനെ ടൊമാറ്റോ മഷിയാവാൻ വേണ്ടി ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ടൊമാറ്റോസ് തന്നെ ഓൾമോസ്റ്റ് ഇവിടെ മഷിയായി വന്നിട്ടുണ്ട്. എന്നാലും അത് ഫുള്ള് കുക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മഷിയായിട്ടുണ്ട്. സാരമില്ല, അത് പിന്നെ അങ്ങോട്ട് കുക്കായിക്കോളും. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് 250 ഗ്രാം കീമ കഴുകി വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റേജിൽ ഫ്ലെയിം ഹൈ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സോട്ടേ ചെയ്തുകൊണ്ടിരിക്കണം. കീമയുടെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ. എന്നിട്ട് അതിന് ലംസ് ഫോം ആവാതിരിക്കാനും കണ്ടിന്യൂസ് ആയിട്ട് സോട്ടേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ റിയലൈസ് ചെയ്ത് ഈ പാനിനകത്ത് എനിക്ക് പറ്റുന്നില്ല, പിന്നെ ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തേക്കൊക്കെ വീഴുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗ്യാസ് കേടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൻ മാറ്റി. ഇനി അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, ഊസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കാം. മസാല ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഈ സ്റ്റേജിൽ മറന്നുപോയി പിന്നെ ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ അതിനെ സോട്ടേ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമാണ് വെച്ചേക്കുന്നത്. കണ്ടിന്യൂസ് സോട്ടേ ചെയ്യുന്നുണ്ട്, ലംസ് ഒന്നും ഫോം ആവാതിരിക്കാൻ. എന്നിട്ട് ആ ഒരു ഓയിൽ സെപ്പറേറ്റ് ആവുന്നവരെ ഞാനത് നല്ലപോലെ അതിനെ സോട്ടേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിമിൽ മീഡിയം ആക്കിയോ. അപ്പം ഇവിടെ ഇത് ഓൾമോസ്റ്റ് കുറച്ചൊന്ന് കുക്കായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ ഇതിനകത്ത് ബാക്കി നമ്മൾ മസാലകൾ ചേർക്കണം. മസാല എന്ന് വെച്ചാൽ 50% കുക്കായി കഴിയുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇനി അതിനെ ഒന്നുകൂടെ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കും. അപ്പം ഇവിടെ ഈ സ്റ്റേജിൽ ഒരു ഓൾമോസ്റ്റ് 80% കീമ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി 20% കൂടെ കവർ ചെയ്ത് ഞാനതിനെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും ബ്ലോക്കായിട്ട്, സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ജൂലിയൻ സ്ട്രിപ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ നീരായാലും മതി, പക്ഷേ നാരങ്ങ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടാങ്കിനെസ് നല്ലതായിരിക്കും അതിനകത്ത്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ കീമ ഫുൾ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. കുക്കായി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തത്. എന്നിട്ടൊരു 10 മിനിറ്റ്സും കൂടെ വീണ്ടും ഞാൻ കുക്ക് ചെയ്ത്. അപ്പോൾ ആ ക്യാപ്സിക്കം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തവ കീമ റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ലൊരു ടാങ്കിനെസ്സും നല്ല സ്പൈസി ആയിട്ടുള്ള സൂപ്പർ, ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുഡായിരുന്നു ഇത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഫോളോ, കമൻറ്റ്, ഷെയർ. ഓക്കെ, താങ്ക് യു.